നമ്മളെ മറ്റേ പോലീസുകാരെന്നാ വിളിച്ചേ? മദർച്ചോറാ? അതെന്ന് വെച്ചൊന്ന് അറിയിക്ക്. എന്നാ മാത്രം ഉണ്ടാക്കിയ ചോറല്ലതാ പാവത്തൊക്കെ. അങ്ങനെ ലേന്ന് തിരിച്ച് കാശ്മീരേക്ക് വരുന്ന വഴിയിൽ സോജില പാസിൽ വീണ്ടും ബ്ലോക്ക്. വൺ സൈഡ് മാത്രമേ വണ്ടി കയറ്റി വിടുന്നുള്ളൂ. അങ്ങനെ എങ്ങനെയല്ലോ ഏകദേശം കാത്തു നിന്നിട്ട് നമ്മൾ കാശ്മീരെത്തി. നല്ലൊരു സ്പോട്ട് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ പോയി ആടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടുത്തുള്ള പുഴ പോയി പാത്രമെല്ലാം കഴുകി ആടുന്ന് ഇറങ്ങിയതാണ് ഫുൾ ആർമിക്കാരെല്ലാം ബോർഡറിലേക്ക് പോകുന്നുണ്ട്. നമ്മളിട്ടുള്ള സമയത്തേനും ഇവിടെ അറ്റാക്ക് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആർമിക്കാർക്കെല്ലാം ഫുള്ള് പണിയേനു. അങ്ങനെ ആർമിക്കാർ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കാശ്മീരിൽ നിന്ന് ഇറങ്ങി. റാമ്പലിലെത്തിയവരാണ് ടണലിൻ്റെ ഉള്ളിൽ ഇവർ കയറിയത്. ഇവർ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4-5 മണിക്കൂർ നോക്കിയേ വേണ്ട, നമ്മളവിടെ ലോക്കായിരിക്കും. അങ്ങനെ രാത്രിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചിട്ട് നമ്മൾ പഞ്ചാബിലെത്തി. LP യൂണിവേഴ്സിറ്റിയിൽ. ഇവിടെ എനിക്കറിയുന്ന കുറച്ച് ചങ്ങായിമാരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം കണ്ട് അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചക്ക് നമ്മളെല്ലാവരും കൂടി അവിടെ സൈഡിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിച്ച് അവിടെ നിന്നും വിട്ട്. ഈ 2 ദിവസത്തിൻ്റെ അടുക്ക് നമ്മൾ ഏകദേശം 1000 കിലോമീറ്ററോളം സഞ്ചരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരിലെത്തി. രാജസ്ഥാനിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി എന്ന് പറയുന്നത് ജയ്പൂരാണ്. ജയ്പൂരിൽ നേരെ നമ്മൾ ഹവാമഹൽ, ജലമഹൽ, പിന്നെ അവിടെ നിന്ന് നേരെ അമേർ പാലസ്. ആ മ്യൂസിക്കും കേട്ടുകൊണ്ട് അമേർ പാലസ് ആണ് നല്ല ഇറങ്ങണ്ടായിന്. അങ്ങനെ അവിടുന്ന് കീയലും ഫുള്ള് മഴയും കാറ്റും പൊടിയും. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയുണ്ടായി നമുക്ക് അതിൽ കൂടി പോകാൻ. ഇവിടുന്ന് എങ്ങോട്ടാണ് പോയെന്നല്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.